ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹെറോദീസ് രാജാവിന്റെ കൊട്ടാരത്തിലെ വിരുന്നും സ്നാപക യോഹന്നാന്റെ രക്തസാക്ഷിത്വവും. സത്യം പറഞ്ഞതിന്റെ പേരിൽ ഒരു പ്രവാചകൻ കൊല്ലപ്പെടുന്നു. കൊട്ടാരത്തിന്റെ ആഡംബരങ്ങൾക്കിടയിലും ഹെറോദീസ് ഒരു തടവുകാരനായിരുന്നു. സ്വന്തം മനസാക്ഷിയുടെയും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഭയത്തിന്റെയും തടവുകാരൻ. സത്യത്തെ വെട്ടിവീഴ്ത്താം, പക്ഷേ അതിനെ എന്നേക്കുമായി കുഴിച്ചുമൂടാൻ ആർക്കും കഴിയില്ല. നാട്ടുകാർ എന്ത് പറയും, അല്ലെങ്കിൽ കൂടെയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ഭയന്ന് പലപ്പോഴും നാം സത്യത്തിന് നേരെ കണ്ണടയ്ക്കാറില്ലേ? ഹെറോദസിനെ പോലെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അഭിമാനത്തിനു വേണ്ടി നാം ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പക്ഷേ ആ തീരുമാനങ്ങൾ പിന്നീട് നമ്മുടെ ഉറക്കം കെടുത്തും. ലോകത്തിന് മുൻപിൽ തോറ്റുപോയാലും ദൈവത്തിന് മുൻപിൽ തലയുയർത്തി നിൽക്കുന്നതാണ് യഥാർത്ഥ ജീവിതം എന്ന് സ്നാപകൻ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. ഭയമില്ലാതെ സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ നമുക്ക് കഴിയട്ടെ. വചനമാകുന്ന അപ്പം നമ്മുടെ മനസാക്ഷിക്ക് കരുത്താകട്ടെ.